എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ തന്നെയാണല്ലേ. ഇന്ന് ഞാൻ 10 വയസ്സും അതിന് താഴെയുള്ള തലമുറകളുടെ പേരൻസ് അങ്ങനെയായിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഇതുപോലത്തെ 10 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളുള്ളവര്, അല്ലെങ്കിൽ നമ്മളുടെ കസിൻസില്, നമ്മളുടെ സഹോദരങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളിലൊക്കെ എന്താണ് ഈ 10 വയസ്സും താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള പേരൻസ് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. പേരൻസ് മാത്രമല്ല, അവരുടെ ബന്ധുക്കളോ ഇപ്പൊ കുഞ്ഞനിയന്മാരോ അനിയത്തിമാരോ ഉള്ളവരോ ഒക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ഈ വിഷയം ഒന്ന് എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സബ്ജക്ട് തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ സബ്ജക്ട് ഇന്ന് തുടരണമെന്ന് വിചാരിച്ചതൊന്നും അല്ല. പക്ഷേ ഞാൻ ഇന്ന് വെളുപ്പിന് ഞാനൊരു 4 മണിയായപ്പോൾ ഞാൻ കണ്ണു തുറക്കുന്നത്, ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് കണ്ണു തുറക്കുന്നത്. എന്ന് വെച്ചാൽ ചില കുട്ടികളെ 10 വയസ്സിനപ്പുറം കടത്തത്തില്ല. എന്ന് വെച്ചാൽ 10 വയസ്സിന്റെ ഉള്ളിൽ, എന്ന് വെച്ചാൽ 10 വയസ്സ് തൊട്ട് താഴോട്ട്, അത് എപ്പോഴും ആകാം, 10 വയസ്സിനപ്പുറം ചില കുഞ്ഞുങ്ങളെ കടത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ഇത് ഒരു കുട്ടിക്കോ 2 കുട്ടിക്കോ വേണ്ടിയിട്ടല്ല. കാരണം എന്നെ പല കുട്ടികളെ മിക്സ് ചെയ്ത ദൈവം എന്നെ കാണിച്ചത്. അപ്പോൾ എനിക്കറിയാം, ഞാൻ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനുള്ള 12 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് ദൈവം എന്നെ ഏൽപ്പിച്ചൊരു നിയോഗമാണ്. അത് ഞാൻ കുറെ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ 2026 ദൈവം പ്രത്യേകമായിട്ട് എനിക്ക് അതിന്റെ മേലിൽ ഒരു ഗൈഡൻസ് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളൊക്കെ ദൈവം എന്നോട് ഈ ചൊവ്വാഴ്ച വെളുപ്പിനാണ് എന്നോട് എപ്പോഴും ഇടപെടാറുള്ളത്. സ്വപ്നത്തിലൂടെ എന്നോട് ദൈവം കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 10 വയസ്സിനപ്പുറമുള്ള കുഞ്ഞുങ്ങളെ അപ്പുറത്തോട്ട് കിടത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് പിശാചിന്റെ ഒരു വലിയ പദ്ധതിയുണ്ട്. അതിനെ എതിർത്ത് പ്രാർത്ഥിക്കുക, അതിനെ തകർക്കുക എന്നുള്ളത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരാൾ തന്നെ കൈയിട്ട് അടിച്ചാൽ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ പറയുന്നത്, നമ്മൾക്ക് എല്ലാവരും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു പൈശാചിക പ്ലാനിനെ തകർക്കുവാൻ ദൈവത്തിന് പറ്റും, അല്ലെ? ദൈവത്തിന് പറ്റും, അല്ലെങ്കിലും ദൈവത്തിന് പറ്റും. പക്ഷേ നമ്മളെ കാണിക്കുന്നത് എന്തിനാ? നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ജയമുണ്ട്. അതുകൊണ്ടാണ് ദൈവം കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ദൈവം നമ്മളെ ചുമ്മാ പേടിപ്പിക്കുന്ന ദൈവമാണോ? അല്ല, അല്ലെ? നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ദൈവമാണോ? ഒരു കാര്യം സംഭവിക്കുന്നത് നമ്മളെ കാണിച്ചു തന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണോ? അല്ലല്ലല്ല. അതെന്തിനാ കാണിച്ചു തരുന്നത്? കാണിച്ചു തരുന്നത് നമ്മൾ പ്രാർത്ഥിച്ചതിന്മേൽ ജയം എടുക്കാനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു വിഷയത്തിന്മേൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് നമ്മുടെ ഇപ്പോഴല്ല, ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിസ്റ്റർ ഒരു അഞ്ജലി പോളോ, ആരെങ്കിലും ഓർക്കുന്നുണ്ടാകുമല്ലോ, മറക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെ? അപ്പോൾ ആ ഒരു സഹോദരിയും അവരുടെ ഒരു 10 വയസ്സുകാരൻ മോനും കൂടെ മരണപ്പെട്ടത് നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, അല്ലെ? അപ്പോൾ ആ ഒരു 10 വയസ്സുകാരൻ അതിന് 10 വയസ്സായപ്പോഴാണ് ആ കുഞ്ഞിന്റെ മരണം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മൾക്ക് തലമുറകളെ, ഞാൻ ആ വിഷയമല്ല തൊടുന്നത്, സിസ്റ്റർ അഞ്ജലി പോളിന്റെയും ആ കുഞ്ഞിന്റെ വിഷയമല്ല ഞാൻ സംസാരിക്കുന്നതും. അത് കഴിഞ്ഞു പോയതാണ്. അത് ദൈവത്തിന് മാത്രമേ അതിന്റെ പിന്നിലുള്ള റീസൺ അറിയത്തുള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ചല്ല തൊടുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തലമുറകളെ ദൈവമാണ് തരുന്നത്, അല്ലെ? അപ്പോൾ ഈ തലമുറകളെ ദൈവം നമ്മൾക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ ഈ വാഗ്ദത്ത സന്തതികളെ ദൈവം നമ്മളുടെ കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുമ്പോൾ, അതിന്റെയൊക്കെ പിന്നില് അതിനെ തീർത്ത് കളയാനാണോ ദൈവം തരുന്നത്? അങ്ങനെയാണെങ്കിൽ തരാതിരുന്ന പോരെ? അല്ലല്ല. ദൈവം വാഗ്ദത്ത സന്തതികളെ തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് അതിനെക്കുറിച്ചുള്ള ചില പദ്ധതികളുണ്ട്, ചില പദ്ധതികൾ മുൻപോട്ടുണ്ട്. ആ പദ്ധതികൾ എന്ത് ചെയ്യണം? അത് പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ പിശാചാരിയെ നോട്ടമിടുന്നത് ഈ വാഗ്ദത്ത സന്തതികളെ പിശാച് എന്ത് ചെയ്യും? നോട്ടമിടും. എന്തിനാ? ദൈവത്തിന്റെ പദ്ധതിക്കകത്തോട്ട് ഈ കുഞ്ഞ് കടക്കരുത്. ഈ കുഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കിടന്ന് ദൈവത്തിന്റെ പദ്ധതി ഇവനിലൂടെ അല്ലെങ്കിൽ ഇവളിലൂടെ പൂർത്തീകരിക്കപ്പെടരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ വഴിക്ക് വെച്ച് തീർത്ത് കളയണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിനെ ബാല്യത്തിലെ തീർത്ത് കളയണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പിശാചിന് നോട്ടമിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തിലെ ന്യൂസുകളൊന്ന് എടുത്തു നോക്കിക്കും. എന്തോരം കുഞ്ഞുങ്ങളാണ്, നമ്മൾ ഒരിക്കലും കേൾക്കാത്ത വിധത്തിലുള്ള ന്യൂസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു, അവരെ കൊല്ലുന്നു, അവർ മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, അവർക്ക് ഇല്ലാത്ത രോഗങ്ങൾ പിടിപെടുന്നു. അങ്ങനെ പല വിധത്തിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ. ഇനി എന്താണ്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലേ, ഒരു കൊച്ചു അപ്പൂപ്പന്റെ കൈ പിടിച്ചോണ്ട് പോവുകയായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ കുറച്ച് മുൻപോട്ട് പോയി അംഗനവാടിന്നോ പ്ലേ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക. ഈ കുഞ്ഞ് ഓടിപ്പോയി എവിടെ വീണു? ഏതോ ഒരു കുളത്തിലോ ഇത് വെള്ളക്കെട്ടിൽ എവിടെയോ വീണ് അത് മരണമടഞ്ഞു, അല്ലെ? അതിന്റെ പേരൻസ് എവിടെയായിരുന്നു? വിദേശത്തായിരുന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ. വേറൊരു കുഞ്ഞുമോൻ, അല്ലെ? ഒരു മുസ്ലിം പേരിലുള്ള ഒരു കുഞ്ഞുമോൻ. ആ കുഞ്ഞുമോനും ഇതുപോലെ തന്നെ അവൻ എങ്ങോട്ട് പോയി? ഇതുപോലെ ഒരു കുളത്തിൽ വീണ് മരിക്കുവാനായിട്ടൊക്കെ ഇടയായി. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുവാനായിട്ട് പിശാജ് ഭയങ്കര പദ്ധതി ഇടുന്നുണ്ട്. കാരണം ഈ പിശാജ് നോട്ടമിടുന്നത് ആരെയെന്നറിയാമോ? ദൈവത്തിന് പദ്ധതിയുള്ള, ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. പക്ഷേ ചിലരെ ദൈവം ഒരു പ്രത്യേക നിയോഗങ്ങളിലേക്ക് വിളിക്കും. എന്ന് വെച്ചാൽ ചിലരെ വിടുവിച്ചെടുക്കുവാൻ. അതാണല്ലോ പിശാജ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. എന്താണ്? ചില ശുശ്രൂഷയുള്ള പിള്ളേർ, എന്ന് വെച്ചാൽ ചിലരെയും കൂടെ എന്താണ് ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ ശുശ്രൂഷയുള്ള, ദൈവ വിളിയുള്ള കുഞ്ഞുങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പിശാച് നോട്ടമിടുന്നത്. ഇന്ന് നമ്മൾ വിചാരിക്കും, ഓ ഇത് രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇത് ക്രിസ്ത്യാനി അല്ല, മാമോദീസ മുങ്ങിയിട്ടില്ല, ഇത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും. എന്നെ കാണിച്ചു തന്നത് എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു സഹോദരിയുടെ കൊച്ചിനെയും കൂടി ഉൾപ്പെടുത്തി എന്നെ കാണിച്ചു തന്നെ. കുറച്ച് കുട്ടികളെ ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്താണ്, ഈ ലോകം മുഴുവനുള്ള എല്ലാ ജാതി മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെയും ആര് നോട്ടമിട്ടിട്ടുണ്ട്? ഈ പിശാച് നോട്ടമിട്ടിട്ടുണ്ട് എന്നും എനിക്ക് മനസ്സിലായി. കാരണം എന്നെയാണ് സ്വപ്നം കാണിച്ചത്. അപ്പോൾ എനിക്കറിയാം അതിന്റെ അർത്ഥം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറച്ചു പറയുന്നത്, പല ജാതിയിലും പെട്ട കുഞ്ഞുങ്ങളെ എന്താണ് ഈ പിശാച് നോട്ടമിട്ടിട്ടുണ്ട്. അതിനെ തകർക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെ വഹിച്ചെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അത് മാത്രമല്ല, നമ്മൾ എല്ലാവരെയും പ്രാർത്ഥിക്കണം. കാരണം ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നിഷ്കളങ്കരല്ലേ. അവരെന്താണ്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി അവരുടെ പേരൻസോ ആരും എത്ര ക്രിമിനലുകളോ എന്തൊക്കെ ആയാലും ആ കുഞ്ഞുങ്ങൾ എന്താണ്, അവര് നിഷ്കളങ്കരായി. ഇനി അവരെന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ പേരൻസ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവര് ചെയ്യുന്നത് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും അവർ ഗുരുത്തക്കേട് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ എന്തില്ല? മനസ്സിൽ അവർക്ക് എന്തില്ല? ദുഷ്ടതയില്ല അല്ലെ. അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 10 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിന്മേൽ നമ്മൾ ജയമെടുക്കണം. കാരണം നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ ഇന്ന് തൊട്ടേ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം ഇത് ഒരു വിധത്തിലും അല്ലെങ്കിൽ പല വിധത്തിലും സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് അടിപിടി കൂടാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, കുഞ്ഞുങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഏതാ മർമ്മസ്ഥലങ്ങളെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇവര് ഈ കണ്ട സിനിമയിലും കണ്ട യൂട്യൂബിലൂടെ ഒക്കെ ഉള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇവർ അതൊക്കെ ആരുടെ അടുത്ത് പ്രയോഗിക്കും? കൂട്ടുകാരുടെ അടുത്ത് പ്രയോഗിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് എന്തുണ്ടാകണം? അവർക്ക് വിസ്ഡം ഉണ്ടാകണം, ദൈവിക ജ്ഞാനം ഇവർക്ക് കൊടുക്കണം ദൈവം അല്ലെ. ഇതൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ഇവര്, പിന്നെ എന്താണ്, പലരും ഈ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക്, ചില കുഞ്ഞുങ്ങളൊക്കെ ഒറ്റയ്ക്ക് വഴിയെ കൂടെയൊക്കെ സ്കൂൾ വിട്ടു പോകുന്ന കാണുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ ഒരു ഭയം തോന്നിയിട്ടുണ്ട്. ഞാൻ അവർക്ക് ദൈവമേ ഈ പേരൻസിനൊക്കെ ഈ കുഞ്ഞിനൊക്കെ ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഏർപ്പാടാക്കിയെങ്കിലും കൂടി ഒരു വണ്ടിയെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുത്തുകൂടെ. പഠിക്കുന്നത് വലിയ സ്കൂളിലാണ്, പക്ഷെ കുഞ്ഞുങ്ങൾ തന്നെ നടന്നു പോകും. ഇതുങ്ങൾക്ക് എന്തറിയാം? കൊച്ചു കുഞ്ഞുങ്ങൾക്കല്ലേ ഒന്നും അറിഞ്ഞുകൂടെ. കാരണം വഴി അവിടുന്ന് ഇവിടുന്ന് ഒക്കെയാണ് വരുന്നത്. മെയിൻ റോഡുകളിൽ നിന്നൊക്കെ 4 ഭാഗത്തുനിന്നും വഴികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുങ്ങൾ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ ഇതുങ്ങൾ ഇങ്ങനെ അങ്ങ് പോവുകയായിരിക്കും. ചിലപ്പോൾ അവർ ക്ലാസ്സിൽ കളിച്ച കളിയൊക്കെ ഓർത്തോണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് എന്താണ്, ഇവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഞാൻ ഓർക്കും ഈ പേരൻസിനൊക്കെ എത്ര കേട്ടാലും ഇവരെന്താ പഠിക്കാത്തത്? ഇവർ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ആർക്ക് വേണ്ടി ഇവർ ഉണ്ടാക്കുന്നത്? എല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ. എന്നാൽ കുഞ്ഞുങ്ങളെ അതീവ ശ്രദ്ധയോടെ ജോലിയൊക്കെ വിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന പേരൻസ് ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ എന്താണ്, നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങുകയും കൂടെ വേണം അല്ലെ. ദൈവം കുഞ്ഞുങ്ങളെ നമ്മളുടെ കരത്തിൽ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഏൽപ്പിച്ചു, നമ്മളുടെ ചാർച്ചക്കാരുടെ കയ്യിൽ, നമ്മളുടെ സഹോദരങ്ങളുടെ കയ്യിലൊക്കെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ നോക്കാതിരുന്നിട്ട് ദൈവം നമ്മളുടെ കരത്തിൽ ഏൽപ്പിച്ചത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കുക മാത്രമല്ല, നമ്മൾ ദൈവത്തിന് മുൻപിൽ എന്ത് ചെയ്യണം? നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. കാരണം അതെന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം നൽകുന്ന അവകാശമാണ്, ദൈവം നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? കൺസേൺ ഉണ്ട്. ദൈവം ചോദിക്കും, ദൈവം അതിന്റെ വില ചോദിക്കും. ദൈവം അതിന്റെ വില ചോദിക്കുമെന്നല്ല, ദൈവം അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു. ദൈവം ചോദിക്കും, നിന്റെ കരത്തിൽ ഞാൻ നോക്കാൻ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തി? നീ എന്താ ചെയ്തതെന്ന് ദൈവം നമ്മളോട് ചോദിക്കും. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ക്വസ്റ്റിന്റെ മുൻപിൽ തല കുനിച്ചു നിൽക്കുന്നവരാകരുത്. അതുകൊണ്ട് നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ചെറിയ ടോപ്പിക് അല്ല, ഇത് ചെറിയ വിഷയമല്ല. നമ്മൾ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ ഒരു വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ച് നമ്മൾ ജയമെടുക്കണം. പ്രത്യേകിച്ച് അവരുടെ തലയ്ക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് പ്രാർത്ഥിക്കണം. കാരണം ഈ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ ഇടിച്ചു വീഴും അല്ലെ, ഇടിച്ചു വീഴിക്കും ഈ കുഞ്ഞുങ്ങൾ വീഴുന്നത് അല്ലെ, തല ഇടിച്ചു വീഴുക, പിന്നെ ഇവർ വീഴുമ്പോൾ ക്ഷതം പറ്റുക, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതൊക്കെ ഈ തലയ്ക്കാണ് പെട്ടെന്ന് അറ്റാക്ക് വരുന്നത്. അപ്പോൾ ആ തലയൊക്കെ നമ്മൾ കവർ ചെയ്ത് രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. തിരുരക്തത്തിന്റെ കാവലിനെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഞാൻ ചെയ്യാം, കാരണം നമ്മൾ മറന്നു പോകുന്നവരാണല്ലോ.
ഞാൻ ചെയ്യാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരു രക്തം കൊണ്ട് കുഞ്ഞുങ്ങളുടെ തലയെ ഉച്ച മുതൽ ഉള്ളം കാൽ വരെയൊക്കെ ഞാൻ മുദ്രയിടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കണം, എങ്ങനെ നമ്മൾ ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ കുഞ്ഞുങ്ങൾ, അത് നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധക്കാരുടെയോ സ്വന്തക്കാരുടെയോ ചാർച്ചക്കാരുടെയോ ആരുടെയെങ്കിലും ആകട്ടെ, ഈ കുഞ്ഞുങ്ങളെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കുഞ്ഞുങ്ങളെ ഉച്ച മുതൽ ഉള്ളം കാൽ വരെ മുദ്രയിടുന്നു. അവരുടെ തലയെ, അവരുടെ ആന്തരിക അവയവങ്ങളെ, ശാരീരിക അവയവങ്ങളെ, ഭൗതിക അവയവങ്ങളെ എല്ലാം യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഇത് നമ്മളെയും വെച്ച് പ്രാർത്ഥിക്കാൻ കേട്ടോ. ഞാനിപ്പോ കുഞ്ഞുങ്ങളുടെ വിഷയമായതുകൊണ്ട് കുഞ്ഞുങ്ങളെ പറയുന്നത്. അങ്ങനെ മുദ്രയിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ അതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, അവളുടെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കണം. ഏതാണ്? ഏഷ്യ 11:2. ഓക്കെ. അപ്പോൾ ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഇവർക്ക് വചനം പറഞ്ഞു കൊടുക്കണം. ഏത് വചനം? എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സുള്ള കൊച്ചു തൊട്ട് വചനം കാണാപ്പാടെ പഠിക്കുവാനാകും. അതിന് താഴെയുള്ള നല്ല ഐക്യമുള്ള പിള്ളേരുണ്ട്, എന്നാലും ഞാൻ 5 വയസ്സ് തൊട്ട് പറയുക. അപ്പം അതിന് താഴെയുള്ളവരും പഠിക്കുമെങ്കിൽ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തോണം. ഇവരെ നമ്മൾ മെയിൻ ആയിട്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വചനമുണ്ട്. എന്താണെന്നറിയാവോ? 91 സങ്കീർത്തനം അതിന്റെ 16 വാക്യമുണ്ട്. അതെന്താണെന്നറിയാവോ? ദീർഘായുസ് കൊണ്ട് ഞാനവനെ തൃപ്തി വരുത്തും. ഇനി അത് POC ബൈബിളിൽ ദീർഘായുസ് നൽകി ഞാനവനെ സംതൃപ്തനാക്കും. അപ്പോൾ ഈ വചനം ഈ പിള്ളേരെ പഠിപ്പിക്കണം. എന്നിട്ട് അവരോട് പറയണം, ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറയണം. ഇവരോട് അത് കാണാപ്പാഠം പറയാൻ പറയണം. എന്നിട്ട് ഇവരെ പഠിപ്പിച്ചിട്ട് ഇവരോട് അത് പറയുവാൻ പറയണം. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു വചനവും കൂടി ഇവരെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ്? സങ്കീർത്തനം 125:3. അതെന്താണ്? നീതിമാൻ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇനി അത് POC ബൈബിളിൽ വന്നു കഴിയുമ്പോൾ, നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല, നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ദുഷ്ടന്റെ ചെങ്കോൽ എന്ന് പറയുന്നത് എന്താണ്? ഈ സകല തിന്മകളും അവരെ എന്താ പറയുക, ഗെയിം അഡിക്ഷൻ ആക്കുക, മൊബൈൽ അഡിക്ഷൻ ആക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ്, ചില മോശം വാക്കുകൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കുക, മോശമായിട്ടുള്ള സിനിമകൾ കാണുക, അങ്ങനത്തേനൊക്കെയുള്ള പിള്ളേർ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾക്ക് അറിഞ്ഞുകൂടാ. മൊബൈൽ മേടിച്ചിട്ട് ഇവർ പോയിട്ട് ഇവര് പറയുന്ന, എടാ യൂട്യൂബിനകത്തുണ്ട്, ഇന്ന ചാനലുകാരൻ്റെത് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്കറിയാം, ഇന്ന് യൂട്യൂബ് ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ഗെയിം അതുപോലുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ, ഗെയിമിനകത്തൊക്കെ ഈ ചെറുക്കന്മാരൊക്കെ ഇരുന്ന് പറയുന്ന വൃത്തികേടുകളും തെറിയൊക്കെയാ പറയുന്നത്. അതൊക്കെ എന്താണ്? ഈ കുഞ്ഞുങ്ങളുടെ മേലെ അതിന്റെ സ്വാധീനം ഉണ്ടാകരുത്. അപ്പോൾ അതൊന്നും കുഞ്ഞുങ്ങൾ കാണരുത്. അങ്ങനെ ദുഷ്ടന്റെ സ്വാധീനങ്ങൾ പലതും വരാം. ഇനി എന്താണ്? പിന്നെ മദ്യം, മയക്കുമരുന്ന്, ഇതുപോലുള്ളത് പുകവലി, ഇതുപോലുള്ളത് അടി, ഇടി, ഇങ്ങനത്തെ ദുഷ്ടന്റെ സ്വാധീനങ്ങളൊന്നും കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഇവരുടെ വാക്കുകൊണ്ട് തന്നെ വചനം പറഞ്ഞും ഈ 2 വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ നമ്മളും പേരൻസ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും ആകട്ടെ, നമ്മളും കൂടെ ഏത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. ഏതാണ്? ഒന്നാമത്തേന് ഒരു വചനമുണ്ട്. ഏതാണെന്നറിയാവോ? സങ്കീർത്തനം 127:3. അതെന്താണ്? മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും. ഇനി അത് POC ബൈബിളിനകത്ത് കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഓക്കെ. അപ്പോൾ ഈ വചനം ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ സിസ്റ്ററിന് ഈ വചനം മാത്രമേ ഉള്ളൂ. ഒന്നുമല്ല. ഈ വചനം ഞാൻ പറയാൻ കാരണമുണ്ട്. ഇതിന് കണക്ട് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോ പുസ്തകമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പിശാചിന്റെ അറ്റാക്ക് നമ്മൾക്കെതിരെ വരികയാണ്. അപ്പോൾ ഇതിനെ എതിർക്കാൻ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വചനമാകുന്ന ലോ നമ്മൾ കരത്തിലെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനം പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? മക്കളെ യഹോവ നൽകുന്ന അവകാശമാണ് ഉദരഫലം ഒരു സമ്മാനം, അല്ലെങ്കിൽ കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. അപ്പോൾ ഇതെന്താണ്? കർത്താവ് നമ്മൾക്ക് തരുന്ന അവകാശം, അല്ലെ? അവകാശം അല്ലെങ്കിൽ ഉദരഫലം. ഇതാണ് ഈ വചനത്തിന്റെ ഒരു അർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 127:3 പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തത് വേറൊരു വചനം പറയണം. ഏതാണെന്നറിയാമോ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, സങ്കീർത്തനം 125:3. അതെന്താണ്? നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിനും ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. POCയിൽ നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്തും ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല, നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഈ വചനം രണ്ടെണ്ണം കണക്ട് ചെയ്ത് പറയണമെന്ന് പറയുവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ വചനം 127:3 127:3 എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളെ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം ഒരു സമ്മാനം, അല്ലെങ്കിൽ ഉദരഫലം ഒരു പ്രതിഫലം. ഓക്കെ. അപ്പോൾ യഹോവ നൽകുന്നതാ. ഇനി യഹോവ നൽകുന്നതിനകത്ത്, ഇനി 125:3 പറയുമ്പോഴെന്താണ്? ഈ യഹോവ നൽകുന്ന അവകാശം അല്ലെങ്കിൽ യഹോവ നൽകുന്ന പ്രതിഫലത്തിനകത്ത് എന്തു വരരുത്? ദുഷ്ടന്റെ ചെങ്കോല് വരരുത്. ദുഷ്ടന്റെ ചെങ്കോൽ അതിനകത്ത് വരരുത്. അതുകൊണ്ടാണ് ഞാനിത് ലോയായിട്ട് കണക്ട് ചെയ്തത്. നമ്മൾ ഈ 2 വചനങ്ങൾ പറയണം. എന്ന് വെച്ചാൽ, ഒന്ന്, യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ ദാനമാണ്. ഇതിന് മറുതായിട്ട് എന്ത് വരരുത്?
ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കരുത്. അതുകൊണ്ടാണ് ഈ രണ്ട് വചനം കണക്ട് ചെയ്ത് പറയുവാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വചനങ്ങൾ രണ്ടും ഇനി അതിന്റെ കൂട്ടത്തിൽ എന്താണ്? ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. അത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല നമ്മളും അത് പറയണം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും എന്നുള്ള ഈ വചനത്താൽ കുഞ്ഞിനെ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ മോളാണെങ്കിൽ മോളുടെ പേര് പറഞ്ഞു, ഈ വചനം കൊണ്ട് കുഞ്ഞിനെ മുദ്രയിടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ആ വചനം കുഞ്ഞിന് വേണ്ടി റിലീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ടി ഈ വചനത്തെ അയക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കാരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നവരാണ്, വരുന്നവരാണ്, വീടിന്റെ ചുറ്റും കളിക്കുന്നവരാണ്, അതാണ് ഇതാണ്. ഒരു ഒറ്റ ശ്രദ്ധ മാറിയാൽ മതി ഇവർ എങ്ങോട്ട് പോകുന്നു നമ്മൾക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ മൈൻഡ് എങ്ങോട്ട് മാറുമെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇവരെ പരിപാലിക്കുകയും വേണം. ഒപ്പം എന്താണ്? ചുമ്മാ അഴിച്ചുവിടരുത്. ദൈവം നമ്മൾക്ക് തന്ന ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് ചുമ്മാ അഴിച്ചുവിടരുത്. ദൈവം നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തിനാ? പിന്നെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തിനാ? നമ്മള് ബുദ്ധിപൂർവ്വം അവരെ പരിപാലിക്കണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധയോടെ ബുദ്ധിയോടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും വേണം. ഒപ്പം എന്താണ്? നമ്മൾ പ്രാർത്ഥനയുടെ കവറിങ്, വചനത്തിന്റെ കവർ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുക. രക്തം കൊണ്ട് മുദ്രയിടുക. ഇത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും ഈ ദുഷ്ടന്റെ ചെങ്കോൽ ഉയരാതെ വണ്ണം തലമുറകളെ ദൈവം കാക്കും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.